നമസ്കാരം. ഇന്ന് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF ട്രീറ്റ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ പേരൻ്റ് ഇഷ്യൂവും അതിന് 1969 രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ആക്റ്റിൽ ഉള്ള ഒരു വൈതരണി അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ആ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ഒരുമിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി 2026 ജൂൺ 1 പുറപ്പെടുവിച്ച വിധിന്യായവും അതിൻ്റെ വിവരണങ്ങളുമാണ് പരിഗണിക്കുന്നത്. അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു സ്ത്രീക്ക് അവരുടെ ലവറിൽ നിന്നും ഒരു കുഞ്ഞ് ജനിക്കുന്നു. ചില പ്രത്യേക കുടുംബ സാഹചര്യങ്ങൾ നിമിത്തം അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരികയും അതിനെ തുടർന്ന് ഈ ലിവിങ് ടുഗദറിൽ കഴിയുകയും ആ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആ സ്ത്രീക്ക് അയാളിൽ നിന്നും ഒരു കുട്ടി ഉണ്ടാകണം എന്ന ആഗ്രഹം ജനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ IVF ട്രീറ്റ്മെൻറ്റിന് വിധേയമാവുകയും അങ്ങനെ അവർക്ക് ലിവിങ് പാർട്ട്ണർഷിപ്പിലൂടെ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ IVF ട്രീറ്റ്മെൻറ്റും അതിനെ തുടർന്നുണ്ടായ ജനനവും കുഞ്ഞിൻ്റെ ജനനവും പൂർണ്ണമായും ഈ സ്ത്രീ അവരുടെ മാതാപിതാക്കളിൽ നിന്നും മറച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ കുട്ടി ജനിച്ചതിന് ശേഷം അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സിംഗിൾ പേരൻ്റ് ചൈൽഡ് എന്ന് രേഖപ്പെടുത്തുകയും ഈ ലവറിൻ്റെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തില്ല. അതിനെ തുടർന്ന് ഇവരിങ്ങനെ കഴിഞ്ഞു വരവേ ഏതാണ്ട് 6 വർഷത്തിന് ശേഷം ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. 6 വർഷത്തിന് ശേഷം ഇവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ആ വിവാഹബന്ധത്തിന് ശേഷം രണ്ടാമത് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഈ പഴയ ലവർ വിവാഹശേഷം ജനിച്ച കുഞ്ഞ് എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും എല്ലാം ചേർക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ തുടർന്ന് വിവാഹത്തിന് ശേഷം ഈ ആദ്യ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നെയിം ഓഫ് ദ ഫാദർ എന്നുള്ള ഭാഗത്ത് ബ്ലാങ്ക് ഇട്ടിരിക്കുന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയും അതിനെ തുടർന്ന് അവർ ബന്ധപ്പെട്ട പഞ്ചായത്തിൽ ഇത് തിരുത്തി കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ പഞ്ചായത്ത് അതോറിറ്റീസ് ഈ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത്. അതിന് അവർ പറഞ്ഞ കാരണം രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് 1969 പ്രകാരം സിംഗിൾ പേരൻ്റ് എന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ പിന്നെ അതിൽ ഒരു കാരണവശാലും തിരുത്തുവാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ കാരണത്താൽ ആ അപേക്ഷ അവർക്ക് പരിഗണിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സിംഗിൾ പേരൻ്റായി കൺസിഡർ ചെയ്യുകയും നെയിം ഓഫ് ദ ഫാദർ എന്നുള്ള ഭാഗം ബ്ലാങ്കായി ഇടുകയും ചെയ്തു. ഈ കുഞ്ഞ് ജനിച്ച് ഏതാണ്ട് 6 വർഷത്തിന് ശേഷമാണ് ഇവർ നിയമപ്രകാരം വിവാഹം കഴിക്കുന്നത്. അതിനുശേഷമാണ് രണ്ടാമത് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നെയിം ഓഫ് ദ ഫാദർ എന്നുള്ള ഭാഗം ബ്ലാങ്കായി കിടക്കുന്ന ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അതിന് വലിയ ഒരു മാനസിക ആഘാതം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പേരൻസ് കുടുംബ കോടതിയിലും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സമീപിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തെ വളരെ ഗൗരവമായി എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ ജഡ്ജിമെൻറ്റിലുടനീളം തന്നെ ആ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ നല്ല രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ കുട്ടിക്ക് അനുകൂലമായ രീതിയിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. അതിൽ ഹൈക്കോടതി ഒരു സ്ഥാനത്ത് മഹാഭാരതത്തിലെ
കർണൻ്റെ കാര്യമാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് എന്ന് പോലും പറയുകയുണ്ടായി. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി തരുന്നതിന് വേണ്ടി ആ കുട്ടിയുടെ രണ്ട് പേരൻറ്റും ഒരുമിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച കാര്യവും അവർ ഹാജരാക്കിയ റെക്കോർഡുകളും അവരുടെ ലിവിങ് ടുഗദർ കാലഘട്ടത്തിലാണ് ഈ കുഞ്ഞ് IVF-ലൂടെ ജനിച്ചത് എന്നുള്ള സംഗതിയും തുടർന്ന് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനവും അതിനു മുമ്പുള്ള ഇവരുടെ വിവാഹവും ഈ കുഞ്ഞിൻ്റെ ആധാർ കാർഡും മറ്റ് രേഖകളും എല്ലാം കോടതി പരിശോധിക്കുകയും അതിനെക്കുറിച്ച് എല്ലാം തന്നെ ഈ വിധിന്യായത്തിൽ വിവരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 1969 കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്റ്റിൽ ഇപ്രകാരം ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ കൂടി ഒരു കുട്ടിയുടെ ഭാവിയെയും അതിൻ്റെ ജീവിതത്തിലെ ആദ്യ സർട്ടിഫിക്കറ്റിൽ ഇത്തരം ഒരു ബ്ലാങ്ക് മാർക്ക് അതിൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകാൻ ഇടയുള്ള മാനസികമായ ആഘാതത്തെയും അത് ഭരണഘടനാപരമായ അതിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷനാണെന്ന് എന്ന് മനസ്സിലാക്കുകയും എന്ന് വിവരിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ പ്രൊവിഷൻ ഇല്ല എങ്കിലും കോടതിയുടെ ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ച് അപേക്ഷ നൽകി 30 ദിവസത്തിനകം ഈ സർട്ടിഫിക്കറ്റിൽ വേണ്ട തിരുത്തൽ വരുത്തുകയും അതിൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഈ സ്പേം ഡൊണേറ്റ് ചെയ്യുകയും തുടർന്ന് വിവാഹം കഴിച്ച് ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കുകയും ചെയ്ത ആ ബയോളജിക്കൽ ഫാദറിനെ തന്നെ ഉൾപ്പെടുത്തി പുതിയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്യാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതാണ് ഈ IVF-ൽ സിംഗിൾ പേരൻ്റ് എന്ന് രേഖപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റിൽ തിരുത്തുവാൻ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് പ്രകാരം പ്രൊവിഷൻ ഇല്ല എങ്കിലും അതിൽ ഇപ്രകാരം തിരുത്തുന്നതിനുള്ള അനുവാദം ഹൈക്കോടതി കൊടുത്തു എന്നുള്ളതാണ് ഈ വിധിന്യായം ഇവിടെ ചർച്ച ചെയ്യുവാനുണ്ടായ സാഹചര്യം.